നമ്മൾ ഈ ബസ്സിന്റെയും സ്വിച്ച് ബോർഡിന്റെയും ഒക്കെ മലയാളം എന്താണെന്ന് ആദ്യമായി പഠിച്ചൊരു സിനിമ 90s ജഗദീഷ് നായകനായി എത്തിയ സിനിമകൾ എന്ന് പറയുമ്പോൾ എനിക്ക് 3 സിനിമകളാണ് പെട്ടെന്ന് മനസ്സിലേക്ക് വരിക. മൂന്നും 3 തരത്തിലുള്ളതാണ്. അതിൽ ആദ്യത്തേത് സ്ഥലത്തെ പ്രധാന പയ്യൻസ്, രണ്ടാമത്തേത് വെൽക്കം ടു കൊടൈക്കനാൽ, മൂന്നാമത്തേത് ഈ ചിത്രം. ജഗദീഷിലെ പെർഫോമർ അല്ലെങ്കിൽ ജഗദീഷ് എന്ന കമേഴ്സ്യൽ ആക്ടർ ബീസ്റ്റ് മോഡിലേക്ക് പോയൊരു ചിത്രം കൂടിയായിരുന്നു ഇത്. പറയത്തക്ക ക്ലാസിക്കുകളൊന്നും കൈവശമില്ലെങ്കിലും 90കളിൽ കുറച്ച് നൈസ് എന്റർടൈനിങ് മൂവീസ് നമുക്ക് തന്നൊരു സംവിധായകനായിരുന്നു വിജി തമ്പി. അദ്ദേഹം ചെയ്തതിൽ ഏറ്റവും എന്റർടൈനിങ് മൂവികളിൽ ഒന്നായിരുന്നു ഇത്. കൂട്ടത്തിൽ ഈ സിനിമയിൽ അദ്ദേഹം ഒരു വേഷത്തിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിലെ രണ്ടാമത്തെ ജഗദീഷിന്, അതായത് ഗിരിപ്രസാദിന് അവിടെ ഇവിടെ ബാലചന്ദ്ര മേനോൻ ടച്ച് നിങ്ങളിൽ എത്ര പേർക്ക് തോന്നിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ബട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. കറക്റ്റ് അങ്ങനെയെന്ന് പറയാൻ പറ്റില്ല, മറിച്ച് ബാലചന്ദ്ര മേനോൻ ഓൺ സ്റ്റിറോയിഡ്സ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഓഫ് കോഴ്സ് ഈ സിനിമയിലെ ഏറ്റവും മികച്ച സീൻ ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ആ ഐക്കണിക് ഇന്റർവ്യൂ സീൻ തന്നെയായിരിക്കും. കൂടെ ജഗദീഷ് ആ റൂമിലേക്ക് കയറി വരുമ്പോഴുള്ള നൈസ് BGM-ഉം. എനിവേസ്, ജഗദീഷ് മാത്രമല്ല, കൂടെയുള്ള മധുവും ജഗദീഷ് ശ്രീകുമാറും സിദ്ദീഖും അങ്ങനെ എല്ലാവരും കൂടി തകർത്ത് പൊളിച്ചടുക്കിയ ഒരു സിനിമ. നമ്മുടെ 90s മുഖമുദ്രയായ ഒരു ടെംപ്ലേറ്റഡ് കോമഡി ഫിലിം. അതായിരുന്നു സിംഹവാലൻ മേനോൻ.